ഹലോ ഫ്രണ്ട്സ്, ടൈം ആൻഡ് വർക്കിലെ ഒരു മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയുന്ന ഏതൊരു ചെറിയ അറിവും ഒന്നും ജീവിതത്തിൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല. സോ നിങ്ങൾ അറിവിൻ്റെ മുറ്റം എന്നുള്ളൊരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും ഒരു ജോലി 10 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കിയാൽ മൂവരും ചേർന്ന് ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര? നമുക്ക് ആൻസർ നോക്കാം. എയും ബിയും ഒരു ജോലി 10 ദിവസം കൊണ്ടും, സോ നമ്മൾ എ പ്ലസ് ബി ഒരു ജോലി 10 ദിവസം കൊണ്ടും, അതുപോലെ തന്നെ ബിയും സിയും ചേർന്ന് 12 ദിവസം കൊണ്ടും, സോ ബി പ്ലസ് സി ഒരു ജോലി തീർക്കാൻ 12 ദിവസവും, അതുപോലെ തന്നെ എയും സിയും ചേർന്ന് 15 ദിവസം കൊണ്ടും, എയും സിയും ചേർന്ന് ആ ജോലി തീർക്കാൻ 15 ദിവസവും എടുക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ മൂന്ന് പേരും ഒരുമിച്ചാൽ ഈ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇതിന് മുന്നത്തെ ഒരു ടൈപ്പ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. സോ ആദ്യം അത് കാണുക, ദെൻ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഈ ഒരു മോഡൽ നോക്കുക. ടൈം ആൻഡ് വർക്കിൽ ഏതൊരു മോഡലും നമുക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. സോ നമുക്ക് ഇതിൻ്റെ LCM ഫൈൻഡ് ചെയ്യാം. LCM ഫൈൻഡ് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈപ്പിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ LCM എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ലഭിക്കുന്നത് 60. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. സോ ഈ LCM എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ടോട്ടൽ വർക്കായിട്ട്. സോ ഇത് എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്. ഈ ടോട്ടൽ വർക്കിനെ ഇവർ ചെയ്യുന്ന ഓരോ വർക്ക് കൊണ്ടും ഡിവൈഡ് ചെയ്താൽ ഇവരുടെ ഒരു ദിവസത്തെ വർക്ക് കിട്ടും. സോ 60/10 എന്ന് പറയുന്നത് 6, 60/12 എന്ന് പറയുന്നത് 5, 60/15 എന്ന് പറയുന്നത് 4. സോ ഈ മൂന്ന് പേരും ഒരുമിച്ചാലുള്ള ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത്, ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എല്ലാം 2 A വരും, 2 B വരും, 2 C വരും. സോ നമ്മൾ 2 കോമൺ ആയിട്ട് എടുക്കുന്നു. 2 കോമൺ ആയിട്ട് എടുത്തു. കോമൺ ആയിട്ട് എടുക്കുന്നു. 2 × A + B + C എന്ന് പറയുന്നത്, ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 15 ആയിരിക്കും. 6 + 5 + 4, സോ 15. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മൂന്ന് പേരും ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A + B + C എന്ന് പറയുന്നത് എന്തായിരിക്കും? 15/2 ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? സോ നമുക്ക് ഈ 60നെ ഇവരുടെ ഈ ഒരു ദിവസത്തെ വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? സോ നമുക്ക് ഈ മൂന്ന് പേരും ഒരുമിച്ചാൽ എത്ര ദിവസങ്ങൾ കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്ന് ലഭിക്കില്ലേ? സോ ഈ 16 എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 16 ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സംഖ്യയുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ 16 ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 16/1 ആയിരിക്കാം. സോ ഈ 16/1നെ നമ്മൾ ഈ 15/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 15/2. ഓക്കെ. സോ നമുക്ക് ലഭിക്കുന്നത് തിരിച്ചിട്ടിട്ട് ഗുണിക്കും. സോ നമുക്ക് ലഭിക്കുന്നത് 16/1 × 2/15 ആണ്. സോ നമുക്ക് ഈ മൂന്ന് പേരും ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആവും? 2 × 4, 8 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലത്തെ എല്ലാ മോഡൽസും നമുക്ക് നോക്കാം ഓരോന്നായിട്ട്.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.